അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ എന്ന ശീർഷകത്തില് സാക്ഷിയുടെ മൂന്നാമത്തെ ഒരു ഇന്റർവ്യൂവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവർക്കും സാക്ഷിയുടെ ഈ മൂന്നാമത്തെ അഭിമുഖത്തിലേക്ക് സ്വാഗതം. പ്രവാചകൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ അഖില നിഖില മേഖലകളിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നേതാവായി ജീവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും വലിയ മാതൃകാപരമായ ജീവിതമായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നയിച്ചത്. അഭിമുഖത്തിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്ന വിഷയവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയമായ ജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത്. നമ്മുടെ കൂടെ ഈ ഒരു അഭിമുഖത്തിനായി എത്തിയിട്ടുള്ളത് നമുക്കേവർക്കും സുപരിചിതനായ SYS സ്റ്റേറ്റ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി അവറുകളാണ്. ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നിവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നതും റസൂലിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ്. റസൂലിൻ്റെ രാഷ്ട്രീയമായ ഒരു ജീവിതത്തിൻ്റെ ചർച്ചകളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. ഓരോ നിമിഷവും ഓരോ യുവാക്കളും ഓരോ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് മാറാൻ ശ്രമിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഫോളോവേഴ്സിന് ധാരാളം വാല്യൂ ഉള്ളൊരു കാലഘട്ടമായിരിക്കെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അതിനുശേഷം ഇന്നും പല വ്യക്തികളും അതല്ലെങ്കിൽ ഒരു മുസ്ലിം ലോകം എന്നുള്ള രീതിയിൽ കോടാനുകോടി ജനങ്ങൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പിൻപറ്റാൻ ശ്രമിക്കുകയും റസൂൽ ഉണ്ടാക്കിയെടുത്ത ഓരോ ഏരിയകളിൽ റസൂൽ ഉണ്ടാക്കിയെടുത്ത ഓരോ കാര്യങ്ങൾ പിൻപറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ റസൂലിന് കിട്ടുന്ന ആ ഒരു ഫോളോവേഴ്സിന് അത്രയും ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളൊന്ന് ആധുനിക രീതിയിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, അതായത് മോഡേണൈസ് ചെയ്യുന്ന സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് വലിയ ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ആളായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡ്രസ്സിങ് ആയാലും നബിയുടെ സംസാര രീതികളാണെങ്കിലും എല്ലാം നല്ല ഭംഗിയായി മോഡേണായിട്ട് കൊണ്ടുപോയൊരു ആ ഒരു ഭംഗിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു രീതിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളൊന്ന് ആധുനിക രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആഡം സ്മിത്ത് ലോകത്തെ സ്വാധീനിച്ച അതിപ്രധാനികളെ കണ്ടെത്താൻ വേണ്ടി ചരിത്രത്തോട് 3 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യം, ലോകം അത്തരമൊരു മഹാനെ പ്രതീക്ഷിച്ചിരുന്നോ? രണ്ടാമത്തെ ചോദ്യം, ആ പ്രതീക്ഷിക്കപ്പെട്ട വ്യക്തിത്വം കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമകാലിക ലോകം അദ്ദേഹത്തെ അംഗീകരിച്ചോ എന്നാണ്. മൂന്നാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഒരു മറുപടി വരുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: പിൽക്കാലഘട്ടത്തിൽ കാലാകാലങ്ങൾ ജീവിക്കുന്ന മനുഷ്യരാശിക്ക് ഉപയുക്തമാകുന്ന ഒരു സന്ദേശം, ആദർശം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നൽകാൻ സാധിച്ചോന്നാണ്. ഈ 3 ചോദ്യത്തിന് മറുപടി ആഡം സ്മിത്ത് കണ്ടെത്തിയത് ഒരൊറ്റ വ്യക്തിത്വത്തെ മാത്രമാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടം വായിക്കുമ്പോൾ ഏതൊരു കാലഘട്ടത്തിനോട് യോജിക്കുന്ന ഒരു ആശയം നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നതാണ്. മറ്റെല്ലാ ദർശനങ്ങളും കാലഹരണപ്പെടുകയും സമകാലികമായ വിഷയങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന ദർശനങ്ങളുടെ മുമ്പിൽ തിരുനബിയുടെ ദർശനം ഇന്നും കാലികമായി അപ്പോൾ അവതരിപ്പിക്കപ്പെട്ട വിധത്തിൽ ഏതൊരു കാലഘട്ടത്തിൽ 14-ാം നൂറ്റാണ്ടിലായിരുന്നാലും 7-ാം നൂറ്റാണ്ടിലായിരുന്നാലും 20-ാം നൂറ്റാണ്ടിലായിരുന്നാലും ആ കാലഘട്ടത്തോട് യോജിക്കുന്ന തത്വസംഹിത സമർപ്പിക്കാൻ തിരുനബിക്ക് സാധിക്കുന്നു എന്നതും ലോകാവസാനം വരെ അത് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നതാണ് പ്രവാചകരുടെ വ്യക്തിത്വത്തെയും പ്രവാചകരുടെ ആശയത്തെയും കാലികമായി സമർപ്പിക്കുന്നതിൽ ഏറ്റവും വിജയകരമായിക്കൊണ്ട് മുസ്ലിം ലോകം കാണുന്ന ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ തിരുനബിയുടെ പ്രസക്തി എന്നും നമ്മുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുകയും അത് പ്രവാചകരുടെ വ്യക്തിപ്രഭാവമായിരുന്നാലും പ്രവാചകർ കൊണ്ടുവന്നിട്ടുള്ള ആശയം വിശുദ്ധ ഖുർആനായിരുന്നാലും തിരുസുന്നത്തായിരുന്നാലും അതെല്ലാം സമകാലിക ലോകത്തോട് സംവദിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ അതാത് കാലഘട്ടങ്ങളിലെ സമസ്യകളെ പൂരിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആശയത്തെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കാൻ സാധിച്ചു എന്നത് വസ്തുതയായതുകൊണ്ടാണ് എന്നും അത് ചർച്ച ചെയ്യപ്പെടുന്നത്. ലോക ജനത ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ദേവാപ്രവർത്തനം നടത്തുന്നതും ഇസ്ലാമിക സമാജത്തിന്റെ മുമ്പിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാകുന്നതും പ്രവാചക ദർശനത്തിന്റെ കൂടെ തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലീഗിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് മുസ്ലിമേതര പാർട്ടികളാണെങ്കിലും ഒക്കെ എല്ലാ പാർട്ടികളിലും മുസ്ലിം നേതാക്കൾ പല ആളുകളും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇസ്ലാമിക രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഈ ഇവർക്കൊക്കെ നമുക്ക് നൽകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയ മാതൃകകൾ എന്തൊക്കെയായിരുന്നു? റസൂൽ നമുക്ക് കാണിച്ചു തന്ന രാഷ്ട്രീയ മാതൃകകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അടുത്തൊരു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ മദീന കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നബി തങ്ങൾ വ്യക്തമായ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നത്. മദീനയിലാണ് ഇസ്ലാമിക രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നത്. അതൊരു ബഹുസ്വര സമൂഹത്തിലാണ്. ഒരർത്ഥത്തിൽ പ്രവാചകൻ മദീനയിൽ രൂപപ്പെടുത്തിയ ആദ്യത്തെ ജനതയുടെ മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്നത് ബഹുസ്വരതയിൽ എങ്ങനെ ഇസ്ലാമികമായി പ്രവർത്തിക്കാമെന്നും, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ സ്ഥാപിക്കുമ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് എങ്ങനെ ബഹുമുഖ സമൂഹത്തിൽ വർത്തിക്കാമെന്നതുമാണ്. ഇന്ന് ഇന്ത്യൻ സെക്യുലർ വീക്ഷണം വെച്ച് പുലർത്തുന്ന ജനതയ്ക്ക് പോലും ഇസ്ലാമികമായ ആശയങ്ങളെ സ്വീകരിക്കത്തക്ക വിധത്തിലേക്കുള്ള ഒരു റോൾ മോഡൽ മദീനയിൽ പ്രവാചകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 1500 മുസ്ലിമീങ്ങളും 4000-ഓളം യഹൂദികളും കടിച്ചു ബാക്കിയെല്ലാം മറ്റു മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ജനത 10,000 ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിനുള്ളിൽ 1500-ഓളം വരുന്ന മുസ്ലിം രാഷ്ട്രീയത്തെ, ഇസ്ലാമിക രാഷ്ട്രീയത്തെ പ്രവാചകൻ വിജയിപ്പിച്ചെടുക്കുന്നത്. മറ്റു മതക്കാർക്കും എങ്ങനെ ജീവിക്കാം എന്ന് പറയുന്ന വലിയൊരാശയം ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിക്കുകയാണ്. എങ്ങനെയായിരിക്കണം സൈന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ ആയിരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്ര തലവനായിരിക്കേണ്ടത് തുടങ്ങിയ വകുപ്പ് വിഭജനങ്ങളുടെയും ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിന്റെ എല്ലാം റോൾ മോഡലിലൂടെ ഗുണകരമായിരിക്കുന്ന രീതി മദീനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ആസൂത്രണം, അതിന്റെ പദ്ധതി, അതിന്റെ സഭകൾ, അതെല്ലാം മദീനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്നു. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അത് മദീന മസ്ജിദ് നബവിയാണ്. മസ്ജിദ് നബി കേവലം ഒരു സുജൂദ് ചെയ്യുന്ന ഭവനം മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഹെഡ് മദീനയാണ്, മസ്ജിദ് നബവിയാണ്. എല്ലാ ഭാഗത്തും രാഷ്ട്രീയത്തിന്, ഗുണകരമായ രാഷ്ട്രീയത്തിന്, ഇന്നത്തെ രാഷ്ട്രീയം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കലുഷിതയിലേക്ക് മറിയുമ്പോഴും തനതായ ധാർമ്മിക രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നത് മദീനയും മസ്ജിദ് നബവിയുമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വന്നത്. സോ ഇപ്പോൾ ഇതിൽ പറഞ്ഞ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനെ കൂടെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോ പറഞ്ഞപ്പോൾ വലിയൊരു എമൗണ്ട് യഹൂദികൾ അവിടെ ജീവിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് വേണ്ടി ഒരു മദീന ചാർട്ടർ എന്നുള്ള രീതിയിലൊരു നിയമസംഹിത റെഡിയാക്കുന്നുണ്ട്. പിന്നീട് അത് പല നേതാക്കന്മാർ കൂടിയിട്ട് അത് പല ഭാഷകളിലേക്കായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു നിയമസംഹിതയിൽ 25% ഈ യഹൂദി പോലുള്ള മറ്റ് ഇതര മതസ്ഥർക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീട്ടി വെച്ചു എന്നുള്ള പഠനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇതര മതസ്ഥരോട്, മദീനക്കാർ മുസ്ലിങ്ങളായിട്ടുള്ള വലിയ ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പുറത്ത് ഉയർത്തി കൊണ്ടുവരുമ്പോഴും ഇവരെ പരിഗണിച്ച് മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് ചോദ്യം കൂടി ഇതിലൂടെ ഒന്ന് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തിലും ആശയത്തിലും സദാചാരങ്ങളുടെ അമലുകളിലും ഒരു മതത്തെയും കോംപ്രമൈസ് ആക്കിയിട്ടില്ല. അവിടെയൊക്കെ പ്രവാചകൻ കാണിച്ചിട്ടുള്ളത് തൗഹീദിൽ മായം ചേർക്കാത്ത, ആദർശത്തിൽ കലർപ്പില്ലാത്ത ഒരു കൃത്യമായ ഒരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അതോടൊപ്പം രാഷ്ട്രീയവുമായി സാമൂഹ്യപരമായ ഒരു ജീവിതി, ഒരു സമൂഹത്തെ എങ്ങനെ അനുവർത്തിക്കണമെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഇടപാടുകളിലും വെച്ചുമാറലുകളിലും കൊടുക്കൽ വാങ്ങലുകളിലും മറ്റു മതവിശ്വാസികളോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അവർക്ക് നീതി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നബി തിരുമേനി ജീവിച്ചത്. പ്രവാചകരുടെ വഫാത്ത് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയങ്കി ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിലാണ്. അതിന്റെ അർത്ഥം പണയം വെക്കാനും കടം കൊടുക്കാനും കടം വാങ്ങാനും ഇടപാട് നടത്താനും ഈ യഹൂദി സമുദായത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അവരുമായി കൊണ്ടുപോലും നബി തങ്ങൾക്ക് ഇടപാടുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ ഭൗതികപരമായ ജീവിത രീതികളിൽ മറ്റു മതവിശ്വാസികളുമായി കൊടുക്കൽ വാങ്ങലുകളും ക്രയവിക്രയങ്ങളിലും ഇടപാടലുകളിലും സഹവർത്തിത്വവും സഹകരണവും ആവാമെന്നും, എന്നാൽ തൗഹീദ് ആദർശത്തിൽ കൃത്യമായി പ്രവാചകൻ കാണിച്ചത് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. അതുകൊണ്ട് തന്നെ മതമൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനം സ്വീകരിക്കുമ്പോഴും ഭൗതികപരമായ കാര്യങ്ങളിലും ജീവിതത്തിന്റെ നാനോന്മുഖമുള്ള ഇടപാടലുകളിലും മറ്റു മതവിശ്വാസികളുമായി സഹകരിച്ചുകൊണ്ടും അവരും അങ്ങുമിങ്ങും സഹവർത്തിത്വത്തിലൂടെ ജീവിച്ചതായി കാണിച്ചു തരുമ്പോൾ അത് നീതിയോടുകൂടി ജീവിക്കുന്ന
അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, മറ്റു മതവിശ്വാസികൾക്ക് നീതി നടപ്പാക്കി കൊടുക്കണം എന്ന കാര്യത്തിലാണ്. അവിടെ ഒരു മുസ്ലിമിന്റെ അനീതി ഉണ്ടെങ്കിൽ യഹൂദിക്ക് നീതിയാണെങ്കിൽ ആ നീതിയുടെ കൂടെയാണ് പ്രവാചകൻ നിന്നത്. നബി തിരുമേനിയുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു യഹൂദിയും ഒരു മുസ്ലിമും തമ്മിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്ന രംഗമുണ്ട്. അവിടെ പ്രവാചകൻ അത് പഠിക്കുന്ന സമയത്ത് യഹൂദിയുടെ പക്ഷത്ത് നീതിയും മുസ്ലിം നാമധാരിയുടെ പക്ഷത്ത് അനീതിയുമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മുസ്ലിമിന് അനുകൂലമല്ലാത്ത യഹൂദിയുടെ നീതിയുടെ പക്ഷത്ത് പ്രവാചകൻ വിധി കൽപ്പിക്കുമ്പോൾ ആ വിധിയിൽ തൃപ്തിപ്പെടാത്ത മുസ്ലിം ഈ യഹൂദിയെയും കൂട്ടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ സമീപിക്കുന്ന രംഗം മദീനയിലുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിക്കുന്നു, ഈ വിഷയം നിങ്ങൾ ഇവിടുത്തെ കാളിയായ, ഇവിടുത്തെ വിധികർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയോട് സംസാരിച്ചില്ല? ആ സമയത്ത് ആ യഹൂദി പറയുന്നു, ഞാനും ഇയാളും ചെന്ന് സംസാരിച്ചു, പക്ഷെ മുഹമ്മദ് നബിയുടെ വിധി എനിക്ക് അനുകൂലമാ, അത് നീതിയുടെ പക്ഷത്തായിരുന്നു, പക്ഷെ ഇയാൾ അത് അംഗീകരിച്ചില്ല. അതുകൊണ്ട് സംശയാലുവായ ഇയാൾ നിങ്ങളെ സമീപിക്കാൻ പറഞ്ഞു, ഞാൻ വിരോധമില്ലാതെ നിങ്ങളെ സമീപിച്ചതാണ്. ആ സമയത്ത് അയാൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുകയാണ്, മുസ്ലിമിനെ ശിക്ഷിക്കുകയാണ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ആ ശിക്ഷ വിധിക്കപ്പെട്ട സമയത്ത് തർക്കം വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും എന്നൊരായത്ത് ഇറങ്ങുന്നു. വിധികർത്താവായി പ്രവാചകൻ അംഗീകരിക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണ മൂമിനല്ല. അവിടെ യഹൂദിയായ മനുഷ്യനിൽ നീതിയുണ്ടെന്നും മുസ്ലിം നാമധാരിക്ക് അനീതിയാണ് അവരുടെ പക്ഷമെന്നും കണ്ടപ്പോൾ നീതിയുടെ പക്ഷത്ത് പ്രവാചകനും ഉമറുൽ ഫാറൂഖും ഖുർആനും അള്ളാഹും നിലകൊള്ളുമ്പോൾ ബഹുസ്വര സമൂഹത്തിൽ നീതിയുടെ പക്ഷത്ത് എല്ലാവർക്കും ഒരേപോലെ നീതിയോടെ ജീവിക്കണം എന്ന സന്ദേശമാണ് തിരുനബി മദീനയിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രീയവും ഇസ്ലാമിക പൊതുസമൂഹവും പ്രവാചകൻ വാഗ്ദത്തം ചെയ്യുന്നത് പൊതുസമൂഹത്തിനൊന്നും സ്വീകാര്യമായിരിക്കുന്ന ഒരു തത്വസംഹിതയാണ്. സോ ഇപ്പോൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നുള്ളൊരു രാഷ്ട്രീയത്തിൽ നിന്നിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ആധുനിക രാഷ്ട്രീയം നിലകൊള്ളുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ സമസ്തയും മുസ്ലിം ലീഗും ഉള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉലമ ഉമറ ബന്ധമാണ് സമസ്തക്കും മുസ്ലിം ലീഗിനും ഇടയിലുള്ളൊരു ബന്ധം എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിക്കുന്നത് ആ ഒരൊറ്റ വ്യക്തിയിൽ നിന്നും നമ്മൾ മതത്തെയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കണമോ അതൊക്കെ ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഉലമാഇന് എന്തുകൊണ്ടൊരു രാഷ്ട്രീയത്തിൽ വന്നുകൂടാ? അതായത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ എല്ലാ സമയത്തും ഒരു ഉലമാ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ എതിർക്കുന്നൊരു സമയം കൂടിയാണ്. അതായത് ഒരു ഉലമാ പണ്ഡിതൻ മാത്രം ഒരു മതത്തെക്കുറിച്ച് മാത്രം മതം കൈകാര്യം ചെയ്യാൻ മാത്രം ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ളൊരു വ്യക്തിയല്ല, അത് വേറെ ആളുകൾ എന്നുള്ള രീതിയിൽ രണ്ടും രണ്ട് ചേരിയായിട്ട് കാണപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ ഉസ്താദ് എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് അടുത്തൊരു ഇത്. ഉലമ ഉമറ ബന്ധത്തെ ഉസ്താദ് എങ്ങനെ മാറ്റി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയത്തേക്ക് ഒരു ഉലമാ വന്നുകൊണ്ട് രണ്ട് രീതിയിലും ഒരുപോലെ കൊണ്ടുപോകാൻ നമ്മളെ ഈ ഉലമ ഉമറ എന്ന രണ്ട് ആശയധാര അല്ലെങ്കിൽ രണ്ട് വഴി, അതിന്റെ സംഗമം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. പ്രവാചകൻ ആലിമാണ്, ഉമറാക്കൾ പ്രധാനിയാണ് എന്ന് പറയാം. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നമ്മോട് പറയുന്നത് സമൂഹത്തിൽ രണ്ട് അന്തർധാരയും രണ്ട് വഴികളുണ്ട്. ഒന്ന് ഉലമാക്കളുടെ വഴിയും ഒന്ന് ഉമറാക്കളുടെ വഴിയാണ്. ഉലമാക്കളും ഉമറാക്കളും നന്നായാലേ സമൂഹം നന്നാവൂ എന്ന് പ്രവാചകൻ പറയുക വഴി രണ്ട് വഴിയെ പ്രവാചകൻ തന്നെ തുറന്നു തരികയാണ്. അതുകൊണ്ട് രണ്ടും സംഘട്ടനത്തിൻ്റെതല്ല, സഹവർത്തിത്വത്തിന്റെ വഴിയാണ്. ഈ രണ്ട് വഴി ഉലമാക്കളും ഉമറാക്കളും തുടർന്നു പോരുമ്പോൾ ഉലമായുടെ ഒരു ആശയധാരയിലും ഉമറായിന്റെ മറ്റൊരു ആശയധാരയിലും പിൽക്കാലഘട്ടത്തിൽ ഇക്കാലത്ത് നമുക്ക് രൂപപ്പെട്ടു വരുമ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉലമാക്കൾ നേതൃത്വം നൽകുന്നത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയും ഉമറാക്കൾ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമായ രാഷ്ട്രീയമായി മറ്റു പാർട്ടികളെ പോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം സമസ്ത മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നവരാണ്. പാണക്കാട് സാദാത്തുക്കളും സാദാത്തുക്കളും നേതൃത്വം നൽകുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ ചോദിച്ചൊരു പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ആലിമീങ്ങൾ ഉലമാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ വരുന്നില്ല എന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ മുഖം തന്നെ മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തെ കാണുമ്പോൾ അത് ഒരർത്ഥത്തിൽ ഒരു സ്വജനപക്ഷവാദം, അഴിമതിയുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, വ്യക്തിഹത്യ നടത്തുന്ന ഒരു വൃത്തികേടിന്റെ അല്ലെങ്കിൽ വൃത്തിഹീനമായ ഒരു ചിത്രത്തിലേക്ക് രാഷ്ട്രീയം വഴിമാറിയപ്പോൾ അതിലേക്ക് ഉലമാക്കൾക്ക് സഹകരിക്കുന്നതിലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ പോലും മഹാനായ ബാഫക്കിട്ടങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ ആദർശ പ്രസ്ഥാനത്തിന് നായകത്വം വഹിച്ചത്. പഴയ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ ഇസ്ലാമിക രാഷ്ട്രീയത്തെ പരിപോഷിപ്പിച്ചെടുത്തവരാണ്. കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം കുടികൊള്ളുന്നത് 5 നൂറ്റാണ്ട് മുമ്പ് ഷെയ്ഖ് സൈനുദ്ദീൻ ഹദും റളിയല്ലാഹു അൻഹുവിലും
ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. അവര് അക്കാലഘട്ടത്തിലെ സമസ്തയും അക്കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിനെയും ഒരുമിച്ച് നിർത്തിയവരാണ്. ഞാൻ മുസ്ലിം ലീഗ് സമസ്ത എന്ന് പറയുന്നത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. മുസ്ലിം ലീഗ് രൂപപ്പെട്ടിട്ട് കുറഞ്ഞൊരു 80 വർഷത്തോളം ആകുന്നേയുള്ളൂ. സമസ്തക്ക് 100 വർഷവുമായി. എന്നാൽ 500 നൂറ്റാണ്ട് മുമ്പ് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ പഴയ പതിപ്പും ഇന്നത്തെ സമസ്തയുടെ പഴയ പതിപ്പും രൂപപ്പെട്ടത് ഉലമ ആക്ടിവിസത്തിലാണ്. അത് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു മിഹ്റാബിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയം പറഞ്ഞത്. യുദ്ധം നയിക്കാൻ ഷെയ്ഖ് ജലീലുദ്ദീൻ മുഹമ്മദ് റളിയല്ലാഹുവിന്റെ ഫത്വ ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാർ അന്ന് കൊടുത്തിട്ടുള്ള ഫത്വ സാമൂതിരി എന്ന് പറയുന്ന അധികാരിയെ സംരക്ഷിക്കാനും പോർച്ചുഗീസ് എന്ന് പറയുന്ന വിദേശിയെ തുരത്താനും ഹിന്ദുവിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി മുസ്ലിം പട്ടാളക്കാരോട് സമരസജ്ജരാവാൻ വേണ്ടി മിഹ്റാബിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും അൽ ഖുതുബത്തുൽ ജിഹാദിയ എന്ന ഗ്രന്ഥം എഴുതി ഖുതുബ നിർവഹിച്ചുകൊണ്ട് ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു നിർവഹിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം ആ കാലഘട്ടത്തിൽ ഉലമാക്കളും ഉമ്രാക്കളും ഒന്നെന്ന് പറയുന്ന ധാരയിലൂടെയാണ് കടന്നുപോയത്, പരസ്പരം സഹകരിച്ചുകൊണ്ട്. അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്തവരാ. മമ്പ്രം സീദ് അലവി തങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്തവരാ. ബാഫഖി തങ്ങളും അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ സമസ്തയുടെ പല പണ്ഡിതന്മാരും അവർ രാഷ്ട്രീയം കൈകാര്യം ചെയ്തവരാ. അതുകൊണ്ട് ആലിമ്യങ്ങൾ ഒന്നുകൂടി രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക വഴി ഉണ്ടായിത്തീരുന്നത് രാഷ്ട്രീയത്തിന്റെ മാലിന്യങ്ങളെ തുടച്ചു മാറ്റി ധാർമ്മിക രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നതിലേക്കാണ്. ഇന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബം അതിന് നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു പല രാഷ്ട്രീയ സംഘടനകൾ കൊണ്ട് മുസ്ലിം ലീഗിൽ വ്യത്യസ്തതയും വ്യതിരക്തതയും ഉണ്ടാകുന്നത് ഒരു ധാർമ്മികതയുടെയും ഒരു ക്രെഡിബിലിറ്റിയുടെയും ഭാഗം മുസ്ലിം ലീഗിൽ കാണാൻ സാധിക്കുന്നത് പാണക്കാട് കുടുംബം അതിന് നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ മതബോധമുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ രാഷ്ട്രീയത്തിന്റെ മാലിന്യത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ് നമുക്ക് ഏറ്റവും നല്ല അഭികാമ്യമായ രീതി. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ പ്രസക്തമായിട്ടുള്ളത് ആലിമീങ്ങൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വരുന്നില്ല എന്നത് സാഹചര്യത്തിന്റെ ഒരു വ്യതിയാനമാണ്. യഥാർത്ഥത്തിൽ ആലിമീങ്ങൾ രാഷ്ട്രീയം കൂടി കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ മതത്തെയും രാഷ്ട്രീയത്തെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ധാര നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നേനെ. ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എഴുതി തള്ളുകയോ അല്ലെങ്കിൽ നമ്മൾ പക്ഷം ചേരുകയോ ചെയ്യുന്നതിന്റെ രൂപപ്പെട്ടു വന്ന ഒരു ദൗർഭാഗ്യവശാൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് പല ആലിമീങ്ങളും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്.